ജയിൽ DIGയുമായിട്ട് അരുതാത്ത തരത്തിലുള്ള ബന്ധം, ജയിലിൽ പൂർണ്ണ സ്വാതന്ത്ര്യം, ആഡംബര ജീവിതം, കഴിക്കാൻ 3 നേരവും ഭക്ഷണം പുറത്തുനിന്നാണ് എത്തിക്കുന്നത്. ഉദ്യോഗസ്ഥർക്കെല്ലാം ആവശ്യത്തിന് കാശ് കൊടുക്കും. ഇടുന്നതാവട്ടെ ജയിൽ വസ്ത്രമല്ല, പകരം വീട്ടിൽ നിന്ന് തയ്ച്ചു കൊണ്ടുവന്ന വില കൂടിയ ചോടെടുക്കാത്ത ലിനൻ തുണികളിൽ തീർത്ത ചുരിദാറുകൾ, ഉയർന്ന വിലയിലുള്ള കോസ്മെറ്റിക് ഐറ്റംസ്, കിടക്കാൻ വില കൂടിയ മെത്ത. ആരെക്കുറിച്ചാണ് പറയുന്നതല്ലേ? കാർണിവർ വധക്കേസിലെ 1ാം പ്രതിയായിട്ടുള്ള ഷെറിന്റെ ജയിൽ ജീവിതത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒരുപാടധികം പണമുള്ള ആളാണോ ഈ ഷെറിൻ? ആരായിരുന്നു ഷെറിൻ? ഷെറിൻ എവിടെ നിന്നാണ് ജീവിതം തുടങ്ങിയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഭാസ്കര കാർണിവർ വധക്കേസിലൂടെ അല്ലാതെ ആ ഒരു കഥ പറഞ്ഞു മുഴുവിപ്പിക്കാൻ ഒരു കാരണവശാലും സാധിക്കില്ല. അതിനാൽ തന്നെ പ്രിയപ്പെട്ടവരെല്ലാവരും ഈ വീഡിയോയുടെ ലെങ്ത് ഒരല്പം കൂടിയാൽ പോലും കേട്ടിരിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ക്രൈം ഡിറ്റക്റ്റീവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. എൻ്റെ പേര് രബിൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചാനൽ ഒരു പുതിയ ചാനലാണ്. അതിനാൽ തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല വീഡിയോകളുമായി മുന്നോട്ട് വരാൻ എനിക്കതൊരു പ്രചോദനമായിരിക്കുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്താനും ലൈക്കും കമന്റും തരാനും ഇത്തരത്തിൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കഴിഞ്ഞ 30-35 വർഷത്തോളമായിട്ട് അമേരിക്കയിൽ സ്ഥിരതാമസക്കാരനായിട്ടുള്ള വ്യക്തിയാണ് ഭാസ്കര കാർണിവരും ഭാര്യ ശാന്തയും, ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ മക്കളും. അദ്ദേഹത്തിന്റെ ഒരേ ഒരു വിഷമം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മക്കളിൽ ഒരാളായിട്ടുള്ള ബിനു എന്ന മകനെ കുറിച്ച് ഓർത്തു മാത്രമാണ്. അതിന് കാരണം എന്ന് പറയുന്നത് ബിനുവിന് ചെറിയൊരു ബുദ്ധി വൈകല്യമുണ്ട്. കല്യാണപ്രായമായി നാടെങ്ങും തന്നെ ഒട്ടനവധി കല്യാണാലോചനകൾ നടത്തിയിരുന്നെങ്കിൽ പോലും ഒന്നുപോലും ശരിയായില്ല. അദ്ദേഹത്തിന്റെ ഈ വൈകല്യമായിരുന്നു അതിന് കാരണം. അങ്ങനെ പരുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് പത്തനാപുരത്തുള്ള ഷെറിൻ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആലോചന അവിടെ തേടിയെത്തുന്നത്. ഷെറിന്റെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് പൂർണ്ണ സമ്മതമായിരുന്നു. ഭാസ്കര കാർണിവർ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവർ സാമ്പത്തികമായിട്ട് വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ്. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന് അതൊരു പ്രശ്നമായിരുന്നില്ല. ഷെറിന്റെ വീട്ടുകാരുടെ ഒരേ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് തങ്ങളുടെ സാമ്പത്തിക നിലവാരം ഉയർത്തി തരണം എന്നത് മാത്രമായിരുന്നു. ആ എഗ്രിമെന്റ് ഭാസ്കര കാർണിവർ അംഗീകരിക്കുകയും ചെയ്തു. ഷെറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷെറിൻ അതീവ സുന്ദരിയാണ്. അതീവ സുന്ദരി എന്ന് പറയുമ്പോൾ ആ നാട്ടിലുള്ള എല്ലാ ചെറുപ്പക്കാരും വളരെയധികം മോഹിച്ചിരുന്ന ഒരു പെൺകുട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. അത്രമേൽ സുന്ദരിയായിരുന്നു അവൾ. അങ്ങനെ ഷെറിന്റെയും ബിനുവിന്റെയും വിവാഹം നടക്കുകയാണ്. വിവാഹത്തിന് മുൻപ് തന്നെ ഷെറിന്റെ വീട്ടുകാരോട് ഭാസ്കര കാർണിവർ ഒരു കാര്യം പറഞ്ഞിരുന്നു: വിവാഹശേഷം മകളെ ഞങ്ങൾ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുമെന്ന്. അദ്ദേഹം പറഞ്ഞനുസരിച്ച് അമേരിക്കയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ സന്തോഷകരമായിട്ട് ബിനുവും ഷെറിനും ഒപ്പം തന്നെ ഭാസ്കര കാർണിവരും മറ്റുള്ള മക്കളും ഭാര്യ ശാന്തയുമെല്ലാം നല്ല രീതിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഷെറിൻ ഗർഭിണിയാവുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു പെൺകുഞ്ഞിന് ജന്മവും നൽകുകയാണ്. അങ്ങനെ പോകവേ ഷെറിൻ അമേരിക്കയിലെ തന്നെ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറുകയാണ്. എന്നാൽ ആ സ്ഥാപനത്തിലെ തന്നെ ഒരു മോഷണവുമായി ബന്ധപ്പെട്ട് ഷെറിന്റെ മേൽ സംശയനിഴൽ വീഴുകയാണ്. ഇത് കാർണിവർ കുടുംബത്തിന് വലിയ രീതിക്കുള്ള ഒരു ആഘാതം ഉണ്ടാക്കുകയാണ്. അദ്ദേഹം ഒട്ടും സമയം കളയാതെ തന്നെ ഷെറിനെയും ഒപ്പം തന്നെ ഭർത്താവായിട്ടുള്ള ബിനുവിനെയും കൂടാതെ അവരുടെ കുഞ്ഞിനെയും നേരെ നാട്ടിലേക്ക് അയക്കുകയാണ്. ചെങ്ങന്നൂരിലെ ചെറിയനാട്ടുള്ള കാർണിവർ വില്ലയിലേക്ക്. വില്ല എന്ന് പറയുമ്പോൾ അത് വലിയൊരു ബംഗ്ലാവ് തന്നെയാണ്. അങ്ങനെ ഇവര് 3 പേരും ചെങ്ങന്നൂരിലുള്ള കാർണിവർ വില്ലയിൽ താമസിച്ചു വരികയാണ്. അങ്ങനെ ഇരിക്കാനാണ് ഭാസ്കര കാർണിവർ ജീവിതത്തിൽ വലിയൊരു അത്യാഹിതം വന്നു ചേരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ അകാല ചരമം പ്രാപിക്കുകയാണ്. ചില അസുഖങ്ങളെ തുടർന്നല്ല. അവശേഷിക്കുന്ന ജീവിതം തന്റെ ചെങ്ങന്നൂരിലുള്ള വീട്ടിൽ താമസിപ്പിക്കാമെന്ന് തീരുമാനിച്ചുറപ്പിച്ച് കാർണിവരും നാട്ടിലേക്ക് വരികയാണ്. ഇനി ഇതിന്റെ ബാക്കി പറയുന്നതിന് മുൻപ് നമുക്ക് 2009 പോകേണ്ടതുണ്ട്. 2009 നവംബർ 8-ാം തീയതി എന്നത്തെയും പോലെ ആ വീട്ടിലെ ജോലിക്കാരിയായിട്ടുള്ള കമലമ്മ അതിരാവിലെ തന്നെ കാർണിവർ വില്ലയിലേക്ക് വരികയാണ്. അവർ വന്ന് നോക്കുമ്പോൾ ഫ്രണ്ടിലെ വാതിൽ തുറന്നു കിടക്കുന്നുണ്ട്. അകത്ത് കയറിയ അവർ കണ്ടത് ഹാളിൽ നിറയെ മുളക് പൊടി വലിയ രീതിക്ക് വിതറിയതായിട്ടാണ്. ചുറ്റും പുറമെ നോക്കുമ്പോൾ കാർണിവരുടെ മുറി തുറന്നു കിടക്കുകയാണ്. ആ മുറി ലക്ഷ്യമാക്കി നടന്ന് കമലമ്മ മുറിയിലേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവരെ പേടിപ്പെടുത്തുന്ന ഒന്നായിരുന്നു. കാർണിവർ തന്റെ കിടക്കയിൽ കിടക്കുകയാണ്. വായിലൂടെയും മൂക്കിലൂടെയും രക്തമൊലിച്ചിട്ടുണ്ട്. അവർ 2-3 വട്ടം വിളിച്ചെങ്കിലും അദ്ദേഹം എഴുന്നേറ്റില്ല. ഇതിനാൽ പേടിച്ചു പോയ ആ സ്ത്രീ തൊട്ടടുത്ത മുറിയിൽ ഉറങ്ങുന്ന ഷെറിനെ ചെന്ന് വിളിക്കുകയാണ്. ഷെറിൻ ഉടൻ തന്നെ വാതിൽ തുറക്കുകയാണ്. ഇവരുടെ പരിഭ്രാന്തി കണ്ട് കാർണിവരുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. ഷെറിൻ ചെന്ന് നോക്കുമ്പോൾ കാർണിവർക്ക് ജീവനില്ല എന്ന് ഏകദേശം അവർക്ക് മനസ്സിലായി. അതിനാൽ തന്നെ തൊട്ടടുത്ത ഔട്ട് ഹൗസിൽ താമസിക്കുന്ന ഉദയൻ എന്ന പേരുള്ള ഡ്രൈവറെ വിളിക്കുകയാണ്. ഉദയനും വന്നു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൈകാലുകളെല്ലാം തന്നെ മറവെച്ചിരിക്കുന്നുണ്ട്. ഉടൻ തന്നെ അയാൾ പുറത്തേക്ക് ഓടി തൊട്ടടുത്തായി താമസിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനെയും അയൽവക്കത്തുള്ളവരെയും വിളിച്ചുകൊണ്ട് വരികയാണ്. ഈ പഞ്ചായത്ത് പ്രസിഡന്റും മറ്റുള്ളവരും വന്നു നോക്കിയപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി: ഭാസ്കര കാർണിവർ മരിച്ചിരിക്കുന്നു. കണ്ടവർക്കെല്ലാം തന്നെ മനസ്സിലായി അതൊരു കൊലപാതകമായിരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടും സമയം കളയാതെ അവർ നേരെ പോലീസിനെ വിവരം അറിയിക്കുകയാണ്.
ഈ ഭാസ്കരക്കാരനവർ നാട്ടിലെല്ലാവർക്കും തന്നെ പ്രിയപ്പെട്ടവനാണ്. തന്റെ അടുത്ത് സഹായമായി വരുന്ന ഒരാളെ പോലും അദ്ദേഹം വെറും കൈയോടെ അയക്കാറില്ല. ഉടൻ തന്നെ പോലീസ് സംഘം അവിടെ എത്തിച്ചേരുകയാണ്. അകത്തേറിയ പോലീസിനും ഒറ്റ നോട്ടത്തിൽ തന്നെ അതൊരു കൊലപാതകമാണെന്ന് മനസ്സിലാവുകയാണ്. അവർ നേരെ ഡോഗ് സ്ക്വാഡിനെയും ഒപ്പം തന്നെ ഫോറൻസിക് വിദഗ്ധരെയും വിളിക്കുകയാണ്. എല്ലാവരും തന്നെ വീട്ടിലേക്ക് വന്നെങ്കിലും ഡോഗ് സ്ക്വാഡിന് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനുണ്ടായിരുന്നില്ല. കാരണം അവിടെ മുളക് പൊടിയെല്ലാം വിതറിയിരിക്കുകയാണ്. ഫോറൻസിക് സംഘം ഓരോ ചെറിയ തെളിവുകളും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കാതെ ഈ ഷെറിനോട് പോലീസുകാർ ചോദിക്കുകയാണ്, ഇവിടെ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ മോഷണം പോയിട്ടുണ്ടോ എന്ന് നോക്കാൻ പറയുകയാണ്. അങ്ങനെ ഷെറിൻ അവിടെയെല്ലാം പരിശോധിച്ചപ്പോൾ 1-2 കാര്യങ്ങൾ മോഷണം പോയിട്ടുണ്ടെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതിലൊന്ന് ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു, മറ്റൊന്ന് സ്വർണത്തിൽ കെട്ടിയ ഭാസ്കരക്കാരനവരെ രുദ്രാക്ഷമാല കളഞ്ഞു പോയിട്ടുണ്ട്, ഒരു ക്യാമറ കളഞ്ഞു പോയിട്ടുണ്ട്, ഏതാണ്ട് 8,000 രൂപയോളം അവിടെ നിന്ന് കാണാതായിട്ടുണ്ടെന്ന് ഇവർ പോലീസിനോട് പറയുകയാണ്. പോലീസ് ആ മുറി വിശദമായി തന്നെ പരിശോധിച്ചപ്പോൾ അലമാരിക്കുള്ളിൽ ഒരറയിൽ നിന്ന് വലിയൊരു തുക കണ്ടെത്തുകയാണ്. പോലീസുകാർ ചിന്തിച്ചത് ഇതൊരു മോഷണ ശ്രമമാണെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ഈ വലിയ തുക എടുക്കാതെ പോയതെന്നാണ്. അതേസമയം തന്നെ പോലീസുകാർ ചിന്തിച്ചു ഒരുപക്ഷെ കള്ളന്റെ കണ്ണിൽ ഇത് പെട്ട് കാണില്ല എന്ന്. അവിടെ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഷെറിനോട് പോലീസുകാർ ചോദിക്കുകയാണ്, ഈ വീട്ടിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി, അതിനാൽ തന്നെ നിങ്ങൾ ഞങ്ങളോട് കുറച്ചു നേരത്തേക്ക് സഹകരിച്ചേ മതിയാവുള്ളൂ, നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് പറയുകയാണ്. അതിന് സമ്മതം കൂടിയ ഷെറിനോട് താഴെ ആരെല്ലാമാണ് കിടക്കുന്നത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കാരണവരുടെ മുറിയോട് ചേർന്നുള്ള മുറിയിലാണ് താൻ കിടക്കുന്നത്, താൻ മാത്രമാണ് ഇവിടെ കിടക്കുന്നത്, തന്റെ ഭർത്താവും മകളും മുകളിലത്തെ മുറിയിലാണ് കിടക്കുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് താഴെ പൊടിയുടെ ചെറിയ ശല്യമുള്ളതിനാൽ തന്നെ ഭർത്താവിന് പൊടി പറ്റില്ല എന്നും പറയുകയാണ്. മുൻപ് വശത്തെയും പുറകുവശത്തെയും മറ്റ് ജനാലകളെല്ലാം പരിശോധിച്ചപ്പോൾ ഒരു കാര്യം പോലീസിന് മനസ്സിലായി, ഈ വഴിയിലൂടെ ഒന്നുമല്ല കള്ളന്മാർ കയറിയിരിക്കുന്നത്, വേറെ ഏതെങ്കിലും വഴി അകത്തേക്ക് കയറാനുണ്ടോ എന്ന്. ഒരു വഴിയുണ്ട് സാർ, 2ാമത്തെ നിലയിലേക്ക് കയറി പോകുന്നതിനിടയിലായിട്ട് ഒരു സ്ലൈഡ് ചെയ്യാവുന്ന ഗ്ലാസ് ഡോർ ഉണ്ട്, അതുവഴി കടന്നു വരാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ടെന്ന് പറയുകയാണ്. ഷെറിൻ അങ്ങനെ പോലീസിനെ ഈ സ്ഥലം കാണിക്കുകയാണ്. ഇത് കണ്ടതും പോലീസ് പറഞ്ഞു ഇതിൽ വരാൻ ചാൻസ് ഉണ്ടെന്ന് അവർക്കും മനസ്സിലാവുകയാണ്. അങ്ങനെ ഒരുപാട് നേരം ആ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റാത്തതുകൊണ്ട് പോലീസ് അവരെ ചോദ്യം ചെയ്യലെല്ലാം അവിടെ അവസാനിപ്പിച്ച് ബോഡി ഇൻക്വസ്റ്റ് എല്ലാം നടത്തി പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയാണ്. വളരെ അടുത്ത ദിവസം തന്നെ പോലീസിന് ഓട്ടോപ്സി റിപ്പോർട്ട് കിട്ടുകയാണ്. ആ ഓട്ടോപ്സി റിപ്പോർട്ട് അനുസരിച്ച് ഭാസ്കരക്കാരനവർ കൊല്ലപ്പെട്ടിരിക്കുന്നത് ശ്വാസം മുട്ടിയാണെന്ന് മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ ഈ കേസിന്റെ അന്വേഷണ ചുമതല വഹിക്കുന്നത് CI ജ്യോതികുമാറാണ്. അദ്ദേഹം മരണം നടന്ന ദിവസം തന്നെ അയൽപക്കത്തുള്ളവരെയും പാൽക്കാരെയും പത്രക്കാരെയും എന്ന് വേണ്ട ഒട്ടുമിക്ക ആളുകളുമായി സംസാരിച്ചിരുന്നു. എന്നാൽ പോലും കേസിലേക്ക് ലീഡ് നൽകുന്ന ഒന്നും തന്നെ പ്രത്യേകിച്ച് കിട്ടിയില്ല. അങ്ങനെ പിറ്റേ ദിവസം ഇവർ വന്നിട്ട് ഷെറിൻ പറഞ്ഞ ജനലിലൂടെ ആയിരിക്കുമോ കുറ്റവാളികൾ അകത്ത് കയറിയതെന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ എല്ലാവരും കൂടി ഒരു ഡെമോൺസ്ട്രേഷൻ നടത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ട് അവർ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു മരമോ അല്ലെങ്കിൽ പിടിച്ചു കയറാൻ പാകത്തിന് പൈപ്പോ ഒന്നും തന്നെയില്ല. അതിലൂടെ പോലീസിന് മനസ്സിലായത് ഒരു ഏണിയുടെ ആവശ്യം ഇവിടെ നിർബന്ധമായിട്ടുമുണ്ട്. ആ വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ഏണിയോ മറ്റോ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ആ വീടിന്റെ പരിസരത്ത് ഒരു ഏണി ഇരിക്കുന്നത് കാണുകയാണ്. എന്നാൽ CIക്ക് സംഘത്തിനും ആ ഏണിയുടെ അടുത്ത് എത്തിയപ്പോൾ ഒരു സംശയം തോന്നുകയാണ്. ആ ഏണി ഉപയോഗിച്ചിട്ട് ഒരുപാട് നാൾ ആയതുപോലെ തോന്നുകയാണ്. അതിനാൽ തന്നെ അതിന് ഫിംഗർ പ്രിന്റ്സോ മറ്റോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർ സസൂക്ഷ്മം ശ്രദ്ധിച്ചു നോക്കിയാണ്. അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അത് മാത്രമല്ല ആ ഏണി ഉപയോഗിച്ചിട്ട് കുറെ കാലമായെന്നും പോലീസുകാർക്ക് മനസ്സിലാവുകയാണ്. പോലീസ് വീണ്ടും ഓരോരുത്തരെയായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തു വന്നപ്പോഴാണ് ഉദയൻ എന്നു പേരുള്ള ആ വീട്ടിലെ ഡ്രൈവറെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. അയാൾ ഒരു കാര്യം പറഞ്ഞു. തലേ ദിവസം ഷെറിൻ എന്ന് പറയുന്ന പെൺകുട്ടി ഉറക്കഗുളിക മേടിച്ച് നൽകാൻ ഇയാളോട് ആവശ്യപ്പെട്ടിരുന്നു. പോലീസ് സംഭവം നടന്ന അന്ന് വന്നപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. അവിടെ മുന്തിയിനത്തിൽ 2 ഡോഗുകൾ ഉണ്ടായിരുന്നു. ആ ഡോഗുകൾ അന്ന് കുറച്ചിരുന്നതായിട്ട് ഉദയനോ മറ്റാരും തന്നെ പറഞ്ഞു കേട്ടില്ല. മിക്കവാറും ആ ഡോഗുകൾ ഉറങ്ങിയിട്ടുണ്ടാകും. ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പോലീസിന് ചെറിയൊരു സംശയം വരികയാണ്. ആ സംശയം എന്ന് പറയുന്നത് ഈ ജനലിലൂടെ അല്ല ഒരാൾ അകത്ത് കയറിയതെങ്കിൽ അകത്തുള്ള ആരെങ്കിലും ഫ്രണ്ട് വാതിലോ അടക്കള വശത്തെ വാതിലോ തുറന്നു കൊടുത്താൽ മാത്രമേ അകത്ത് കയറാൻ സാധിക്കൂ. പോലീസ് ഷെറിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ഷെറിനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പലപ്പോഴും അവരിൽ ഒരു അസ്വസ്ഥത ഉണ്ടാവുന്ന പോലീസിന് മനസ്സിലാവുകയാണ്. ഉടൻ തന്നെ പോലീസ് സംഘം സൈബർ സെല്ലിലേക്ക് വിളിച്ചിട്ട് ഇവരെ ഫോണിന്റെ ഡീറ്റെയിൽസ് എല്ലാം എടുക്കാൻ പറയുകയാണ്. അങ്ങനെ ഷെറിന്റെ കോൾ ഹിസ്റ്ററി പരിശോധിച്ച പോലീസ് ഒട്ടും സമയം കളയാതെ തന്നെ ഷെറിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് ഭാഷ്യത്തിൽ തന്നെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പോലീസുകാർ അറിഞ്ഞ കാര്യങ്ങൾ അവരെ മാത്രമല്ല കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ചതായിരുന്നു. ഷെറിനെ ക്വസ്റ്റ്യൻ ചെയ്തതിലൂടെ പോലീസ് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിരുന്നു ഈ ഷെറിനെയും കുടുംബത്തെയും അമേരിക്കയിൽ നിന്നും കാർണവർ വില്ലയിലേക്ക് പറഞ്ഞു വിട്ടിരുന്നുവെന്ന്. ഓരോ മാസവും അവരുടെ ചെലവിനായിട്ട് ഭാസ്കരക്കാരനവർ വലിയൊരു തുക തന്നെ ഇവർക്ക് അയച്ചു കൊടുത്തിരുന്നു. ആ തുകയിൽ തനിക്ക് വേണ്ടപ്പെട്ട സ്വർണങ്ങളും ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളും എല്ലാം മേടിച്ച് അവർ ആഡംബരപൂർണമായ ജീവിതം തന്നെയാണ് ആ വലിയ ബംഗ്ലാവിൽ നയിച്ചിരുന്നത്.
ആ കാലഘട്ടങ്ങളിൽ ഒന്നും തന്നെ സോഷ്യൽ മീഡിയ ഇത്രമാത്രം വളർന്നിരുന്നില്ല. ഇന്നുള്ള പോലെ ഫേസ്ബുക്കും മറ്റ് സംവിധാനങ്ങളും ഒന്നുമില്ലായിരുന്നു. അന്നുണ്ടായിരുന്ന ആകെ ഒരു ഓർക്കുട്ട് മാത്രമായിരുന്നു. ഓർക്കുട്ടൊക്കെ ഞാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങളിൽ എത്ര പേർ ഓർക്കുട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. വീട്ടുജോലിക്ക് ആളുള്ളതിനാൽ തന്നെ ഷെറിന് വലിയ ജോലികളൊന്നും തന്നെ ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനും ആരും ആ വീട്ടിലില്ല. അതിനാൽ തന്നെ ഷെറിൻ ഓർക്കുട്ടിൽ ഒരു അക്കൗണ്ടൊക്കെ തുടങ്ങി വളരെ സുന്ദരമായിട്ടുള്ള ഫോട്ടോകളെല്ലാം പോസ്റ്റ് ചെയ്തതിലൂടെ നിരവധി സുഹൃത്തുക്കളെ ഷെറിൻ ലഭിക്കുകയാണ്. അങ്ങനെ നിരവധി പേരുമായിട്ട് ഷെറിൻ അടുത്തിടപഴകുകയും ആ ബന്ധങ്ങളിൽ പലതും തന്നെ വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോവുകയാണ്. പലപ്പോഴും പലരും കാർനവർ വില്ലയിൽ വന്നു പോയതായിട്ടും ഷെറിൻ തന്നെ ക്വസ്റ്റ്യൻ ചെയ്തതിലൂടെ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഈ ഭാസ്കര കാർനവർ തന്റെ ഭാര്യയായിട്ടുള്ള ശാന്ത മരിച്ചതിനെ തുടർന്ന് കാർനവർ വില്ലയിലേക്ക് സ്ഥിരതാമസനായിട്ട് വരുന്നത്. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ തന്റെ മരുമകളായിട്ടുള്ള ഷെറിന്റെ സ്വഭാവത്തിലെ പല വൈരുദ്ധ്യങ്ങളും മനസ്സിലാക്കിയാണ്. പലപ്പോഴും ഫോൺ കോളുകൾ വരുമ്പോൾ അവർ ഫോൺ എടുത്തുകൊണ്ട് മറ്റൊരു സൈഡിൽ പോയി രഹസ്യമായിട്ട് സംസാരിക്കുന്ന എല്ലാം തന്നെ അദ്ദേഹം മനസ്സിലാക്കിയാണ് ഈ ഷെറിന്റെ പോക്ക് ശരിയല്ലെന്ന് മനസ്സിലാവുകയാണ്. ഇതിനോടൊപ്പം തന്നെ ഷെറിന്റെ പേരിലേക്ക് മകൻ ബിനുവിന്റെ വീതങ്ങളെല്ലാം എഴുതി വച്ചിരുന്ന അദ്ദേഹം ആരും അറിയാതെ ആ വിൽപത്രം ക്യാൻസൽ ചെയ്യുകയും പഴയ രീതിയിലേക്ക് ആക്കുകയും ചെയ്ത് ഷെറിനോ മറ്റാരും തന്നെ അറിഞ്ഞിരുന്നില്ല. ഈ ഫോൺ കോളുകളെ ചൊല്ലിയും അത് മാത്രമല്ല ഷെറിനെ കാണാൻ 1-2 പേർ വീട്ടിൽ വന്നതെല്ലാം മനസ്സിലാക്കിയ ഭാസ്കരക്കാരനവർ ഷെറിനുമായിട്ട് നല്ല രീതിക്ക് വഴക്കുണ്ടാവുകയാണ്. ആ വഴക്ക് പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അവർക്കിടയിലെ ഒരു മുഷിപ്പായി തന്നെ നിലനിൽക്കുകയും ചെയ്യുകയാണ്. പിന്നീട് അദ്ദേഹം ചെയ്തത് ഓരോ മാസവും ഷെറിന് വേണ്ടി വലിയ തുകകൾ അദ്ദേഹം മാറ്റിവെക്കുമായിരുന്നു. ആ തുകകളെല്ലാം തന്നെ കൊടുക്കുന്നത് സ്റ്റോപ്പാക്കി. അങ്ങനെ വന്നപ്പോൾ ഷെറിന്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് മുടങ്ങി. അതിനെ തുടർന്ന് അവൾ തന്റെ സുഹൃത്തുക്കളിൽ നിന്ന് പലരിൽ നിന്നുമായിട്ട് കടം മേടിക്കുകയാണ്. ഈ കടം തിരിച്ചു കൊടുക്കേണ്ട സമയത്തൊന്നും തന്നെ അവൾക്ക് തിരിച്ചു കൊടുക്കാനും സാധിച്ചില്ല. ഇതിനൊക്കെ മുൻപ് തന്നെ ബാസിദ് അലി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അവൾ ഓർക്കുട്ട് വഴി പരിചയപ്പെടുകയാണ്. ആ പരിചയപ്പെടാൻ നല്ലൊരു സൗഹൃദമായി വളരുകയും ചെയ്തു. പിന്നീട് അതൊരു പ്രണയത്തിലേക്ക് വഴിമാറുകയാണ്. ആരുമില്ലാത്ത സമയങ്ങളിലൊക്കെ തന്നെ ബാസിദ് അലി ഈ ബംഗ്ലാവിലെത്തി അവർ ശാരീരികമായി ബന്ധം പുലർത്താറുള്ളതും ഈ സ്ത്രീ പോലീസിനോട് പറയുകയാണ്. ബാസിദ് അലി ആദ്യമായിട്ട് ഇവളെ പരിചയപ്പെടുമ്പോൾ പണം ഇരട്ടിപ്പിക്കൽ പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് സംസാരം തുടങ്ങിയതെന്നും ഈ സ്ത്രീ പോലീസിനോട് പറയുകയാണ്. ഭാസ്കരക്കാരനവർ മരിച്ചാൽ മാത്രമേ ആ സ്വത്തുക്കൾ തന്റെ പേരിൽ വരികയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ആ സ്ത്രീയും കാമുകനും ചേർന്ന് പുതിയൊരു പ്ലാൻ തയ്യാറാക്കിയാണ്. ആ പ്ലാൻ അനുസരിച്ചിട്ടാണ് ഷെറിൻ ഡ്രൈവറെ കൊണ്ട് ഉറക്കഗുളിക മേടിപ്പിച്ചതും അന്ന് രാത്രി പട്ടികൾക്ക് ഭക്ഷണത്തിൽ കലർത്തി അത് കൊടുത്തതും അത് കഴിച്ചതും ആ പട്ടികളെല്ലാം തന്നെ ഉറക്കമായിരുന്നു. ഈ സമയത്താണ് ബാസിദ് അലിയും അദ്ദേഹത്തിന്റെ 2 സുഹൃത്തുക്കളും ചേർന്ന് ആ വീട്ടിലിരുന്ന്. ആ സുഹൃത്തുക്കളുടെ പേര് ഷാനു റഷീദ് എന്നും ഉണ്ണി എന്നുമാണ്. വീട്ടിലുള്ള എല്ലാവരും ഉറങ്ങിയെന്ന് ഷെറിൻ ഫോൺ വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് വണ്ടിയുമായി ബംഗ്ലാവിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ ആ വഴി പാസ് ചെയ്യുന്നത് കണ്ട അവർ ആ വാഹനം അവിടെ നിന്ന് തന്നെ എടുത്തുകൊണ്ട് പോയി. പിന്നീട് അയാൾ പോയ ശേഷം മാത്രമാണ് വാഹനവുമായി വീണ്ടും അവിടെ എത്തി മതിൽ ചാടി ബംഗ്ലാവിന്റെ അകത്തെത്തുകയാണ്. അവർ അങ്ങനെ ബംഗ്ലാവിന്റെ അടുത്തെത്തിയത് മനസ്സിലാക്കിയ ഷെറിൻ അടുക്കളവാതിൽ തുറന്ന് 3 പേരെയും അകത്തേക്ക് കയറ്റുകയാണ്. ബാസിദ് അലിയുടെ സുഹൃത്തായിട്ടുള്ള ഷാനുവിനും ഉണ്ണിക്കും മറ്റൊരു മുറിയിൽ കാണിച്ചു കൊടുത്തിട്ട് ഇവർ 2 പേരും കൂടി ഷെറിന്റെ മുറിയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഷെറിന്റെ മുറിയിൽ ചെന്ന് ഓരോ സെല്ലിലും കാമത്തിന്റെ അതിപ്രസരമുള്ള ആ സ്ത്രീ ബാസിദ് അലിയുമായി ശാരീരികമായി ബന്ധം പുലർത്തുകയാണ്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിരുന്നു പലരുമായിട്ട് ഈ ഷെറിൻ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ശാരീരിക ബന്ധം ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് സാക്ഷ്യപ്പെടുത്തിയതെന്ന്. അങ്ങനെ അവർ 2 പേരും തങ്ങളുടെ കാമപരവശം പൂർത്തിയാക്കിയ ശേഷം സുഹൃത്തുക്കളുടെ റൂമിലേക്ക് ചെന്ന് അവരെയും കൂട്ടി ഒരു തോർത്തെടുത്ത് അതിലേക്ക് പ്രതികൾ കയ്യിൽ കരുതിയിരുന്ന ക്ലോറോഫോം ഒഴിക്കുകയാണ്. അങ്ങനെ ശബ്ദമുണ്ടാക്കാതെ ഭാസ്കരക്കാരനവരുടെ മുറിയിൽ ചെന്ന് ആ ക്ലോറോഫോം മണപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കാരണവർ ചാടി എണീക്കുകയാണ്. ആ ചാടി എണീറ്റ് അദ്ദേഹം നല്ല രീതിക്ക് തന്നെ അവരെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം ഒരു ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള വ്യക്തിയായിരുന്നു. 65ഓളം വയസ്സ് പ്രായമുണ്ടെങ്കിലും എന്നാൽ 3 ചെറുപ്പക്കാരുടെ മുന്നിൽ ആ മനുഷ്യന് പിടിച്ചു നിൽക്കാനായില്ല. അവർ 3 പേരും കൂടി ആ കിടക്കയിലേക്ക് അദ്ദേഹത്തെ മലർത്തി കടത്തിയ ശേഷം അവിടെ ഉണ്ടായിരുന്ന തലയണ വച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയാണ്. എന്തൊരു ക്രൂരമാണല്ലേ. ഭാസ്കരക്കാരനവർ കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പാക്കിയ ശേഷം നേരെ ഷെറിനോട് മുളകുപൊടി കൊണ്ടുവരാൻ പറയുകയാണ് ബാസിദ് അലി. ഷെറിൻ ആ മുളകുപൊടി കൊണ്ടുവന്നപ്പോൾ ആ മുറിയിലും ഒപ്പം തന്നെ ഹാളിലും എല്ലാം അത് വിതറുകയും ഭക്ഷണ ശ്രമത്തിനിടെയാണ് ഇയാൾ കൊല്ലപ്പെട്ടെന്ന് വരുത്തി തീർക്കാനായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ രീതിക്ക് ലാപ്ടോപ്പും ക്യാമറയും സ്വർണ്ണമാലയും മറ്റും അവിടെ നിന്ന് എടുത്തുകൊണ്ടും പോവുകയാണ്. അങ്ങനെ കൃത്യം കഴിഞ്ഞ് അവർക്ക് അടക്കളവാതിൽ തുറന്നു കൊടുത്ത് ഷെറിൻ തന്നെ അവരെ പുറത്തിറക്കി സേഫായിട്ട് വിടുകയാണ്. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ പോലീസുകാരും മറ്റെല്ലാവരും തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ്. ഒരു സ്ത്രീക്ക് ഇത്രമാത്രം ക്രൂരയാവാൻ സാധിക്കുമോ എന്ന് നമ്മളെപ്പോലെ തന്നെ പോലീസുകാരും അപ്പോൾ ചിന്തിച്ചിരുന്നു. ഈ ബാസിദ് അലിയും 3 കൂട്ടാളികളെയും കുറിച്ച് അന്വേഷിച്ചപ്പോൾ
അവർ കർണാടകയിലാണെന്ന് മനസ്സിലാക്കുകയും സംഭവം നടന്ന 4-ാം ദിവസം തന്നെ അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 90 ദിവസം കൊണ്ട് പോലീസ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയാണ്. അങ്ങനെ 2010 ജൂണിൽ ഇതിന്റെ വിചാരണ ആരംഭിക്കുകയാണ്. വെറും 1.5 മാസം കൊണ്ട് തന്നെ കോടതി അതിവേഗം തന്നെ വിചാരണ പൂർത്തിയാക്കി കുറ്റവാളികൾക്ക് ശിക്ഷ വിധിക്കുകയാണ്. ഷെറിൻ എന്ന് പറയുന്ന 1-ാം പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും മറ്റുള്ളവർക്ക് ജീവപര്യന്തവുമാണ് ലഭിച്ചത്. ഇതിനെ തുടർന്ന് ഷെറിന്റെ ഭർത്താവായിട്ടുള്ള ബിനുവിനെയും ആ ചെറിയ പെൺകുട്ടിയെയും കാരണം അവരുടെ മറ്റു മക്കൾ അമേരിക്കയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഷെറിൻ നേരെ ജയിലിലേക്കും പോവുകയാണ്. എന്നാൽ ജയിലിലെത്തിയ ഷെറിൻ എന്ന് പറയുന്നത് വളരെ വഴക്കാളിയായിരുന്നു. എല്ലാവരോടും തർക്കുത്തരം പറയുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ത്രീയായിരുന്നു അവർ. കൊലപാതകവും ഒപ്പം തന്നെ മോഷണശ്രമവും ഭവനവേദനവും എല്ലാം കൂടി ചാർജ് ചെയ്തിരിക്കുന്ന ഇത്തരം പ്രതികൾക്ക് സാധാരണ രീതിയിൽ അധികം ബെയിൽ കിട്ടാറില്ല. എന്നാൽ ഇതിനോടൊപ്പം തന്നെ 444ഓളം ദിവസങ്ങൾ ഷെറിന് ജാമ്യം കിട്ടിയതായി അറിയാൻ സാധിക്കുകയാണ്. ഇതെല്ലാം എങ്ങനെ ഒപ്പിച്ചെടുത്തു എന്ന് ചോദിച്ചാൽ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, ജയിൽ DIGക്ക് പ്രിയപ്പെട്ട ഒരുവളായി മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് സാധിക്കാത്തത്? എന്നിരുന്നാൽ പോലും ഇരട്ട ജീവപര്യന്തം കിട്ടിയ ആ സ്ത്രീ 14 വർഷങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങുക എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് ഇവർക്ക് വേണ്ടി ചരട് വലിച്ചത്? ഇത്രത്തോളം പണം ഇവരുടെ കയ്യിൽ എവിടെ നിന്ന് വന്നിട്ടുണ്ടാകാം? ഒരുപക്ഷെ ഭാസ്കരക്കാരനവർ മരിക്കുന്നതിന് മുൻപ് തന്നെ ഷെറിൻ വലിയ രീതിക്ക് തന്നെ പണം സമ്പാദിച്ചിരിക്കാം. എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളിൽ അവ്യക്തത ഇന്നും തുടരുകയാണ്. സ്വാഭാവികമായിട്ടും ഇപ്പൊ ഷെറിന് ഒരു 40-41 വയസ്സുണ്ടാവും. അധികം വൈകാതെ തന്നെ ജയിലിന്റെ പുറത്തേക്ക് ഇറങ്ങുന്ന ഷെറിൻ ഇനിയുള്ള ജീവിതം ഏറ്റവും നല്ല രീതിക്ക്, നല്ല മാർഗത്തിൽ, സമാധാനത്തോടെ, സന്തോഷത്തോടെ, സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിക്ക് ജീവിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അങ്ങനെ തന്നെ ചെയ്യാനും അവർക്ക് സാധിക്കട്ടെ. KR മീരയെ പോലുള്ളവർ കഷായ രേഷ്മിയെ കുറിച്ച് ന്യായീകരിച്ചതുപോലെ മറ്റൊരു വേദിയിൽ ഈ ഷെറിനെ കുറിച്ചും ന്യായവാദങ്ങളുമായി വരാതിരിക്കട്ടെ എന്ന ഓർമ്മപ്പെടുത്തലോടെ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, നമ്മുടെ ചാനൽ ഒരു പുതിയ ചാനലാണ്. നിങ്ങൾ ട്രൂ ക്രൈം സ്റ്റോറീസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, മിസ്റ്ററീസ് സ്റ്റോറീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളത്തിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള പല ചാനലിന്റെ ഒപ്പം അത്രയും പെർഫെക്റ്റ് അല്ല നമ്മുടെ വീഡിയോ എന്നുള്ളത് എനിക്കറിയാം. നിങ്ങൾ തരുന്ന സബ്സ്ക്രൈബ് അനുസരിച്ച് എനിക്ക് എൻ്റെ വീഡിയോയുടെ ക്വാളിറ്റിയും പെർഫോമൻസും മാറ്റം വരുത്താൻ പറ്റുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ഒട്ടും വൈകാതെ മികച്ച വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കും.